Cyberblade. Seek the light in darkness. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് അറിയാം, നമ്മളൊരു പെറ്റ് സ്റ്റേഷൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് കാണിക്കാനും അതേപോലെ നമ്മളിവിടെ ഒരു കിളി കൂട് കെട്ടിയിട്ട് കുട്ടികളെല്ലാം ആയിട്ടുണ്ട്. ആ സംഭവത്തിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ അടക്കാക്കുരുവി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പേരാണ്, എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയെന്ന് അതിന് പറയുന്നത്. അതിൻ്റെ കുട്ടികളും പിന്നെ അതിൻ്റെ ഒരു കൂട് കെട്ടിയ ഇതൊക്കെ കാണിച്ചു തരാം. അതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളൊരു പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞിട്ട് 2 കിളികളുണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ഷോർട്സിലും ഇൻസ്റ്റഗ്രാം റീൽസിലാണ് കൂടുതൽ ചെയ്തത്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു കോളേജിൽ നിന്ന് കുട്ടികൾക്ക് വീണ് കിട്ടിയിട്ട് 2 കുട്ടികളെ കിട്ടി. അപ്പോൾ അതിനെ വളർത്താൻ വേണ്ടി കൊണ്ടു തന്നതാണ്. അപ്പോൾ നമ്മളതിനെ വളരെ നല്ല രീതിയിൽ ഈ വേംസും കാര്യങ്ങളും ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനെ നമ്മൾ തുറന്നു വിടുന്നൊക്കെ വീഡിയോയിൽ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളതിന് കൂടും കാര്യങ്ങളൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ അത് ഓപ്പണായിട്ട് പറന്ന് കളിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോയ സമയത്ത്, ഇപ്പോൾ നമ്മൾ ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ഇവർ വലുതായി പറന്ന് പുറത്തോലും പോയിട്ട് വരുന്നു. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഒരു പണിക്കാർ വരുമ്പോഴേക്കും അവർ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2-3 ദിവസം അടുത്തടുത്തൊക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ തന്നെ മിസ് ആവും. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. എന്തായാലും അവർ സ്വതന്ത്രമായിട്ട് പറന്ന് പോയി. പക്ഷേ ഇവിടത്തേക്ക് നമുക്ക് കയറാൻ വേണ്ടി അവന് പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ മെഷ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോ? ഇത് കംപ്ലീറ്റ് മെഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കയറാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം പുറത്തെവിടെയെങ്കിലും ഉണ്ടാവും. 1-2 പ്രാവശ്യം ഇവർ കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ എടുക്കുമല്ലോ. ഞാൻ പറയുമ്പോഴേക്കും മുന്നേ വന്ന പോലെ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടക്കാക്കുരുവിനൊന്ന് കാണാം. വാ. അപ്പോൾ ഇതാണ് നമ്മുടെ അടക്കാക്കുരുവി. നമ്മൾ ഇതിനെ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മുട്ടയിട്ട സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നേ. ആ മുട്ടയിട്ടത് ഇപ്പോൾ വിരിഞ്ഞ് 3 കുട്ടികളുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ 2 എണ്ണത്തിനേ കാണുന്നുള്ളൂ. ഒരെണ്ണം മിസ്സായി. അപ്പോൾ നമുക്കതിനെ കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ടൊന്ന് കാണിച്ചേ. നമുക്ക് ഇതിന് വേണമെങ്കിലുണ്ടല്ലോ, നമുക്ക് ഹാൻഡ് ഫീഡൊക്കെ ചെയ്ത് വളർത്താൻ പറ്റും. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലീഗലാണ് ഇവരെ വളർത്തൽ. പിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരൻറ്റ് നല്ല രീതിയിൽ അതിനെ ഫീഡ് ചെയ്ത് വളർത്തുന്നത്. നമ്മൾ അഡീഷണൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു പിന്നീട് ഭക്ഷണം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാണുമ്പോൾ വരുന്നുണ്ടോ? അതുപോലെ നമ്മളിവരെ ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ പാരൻറ്റ് നോക്കാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ട്, ഈ ഇല പൊഴിഞ്ഞു പോയി. എന്നിട്ട് നമ്മളിവിടെ ടാപ്പ് ചെയ്തതാണ്. അതൊക്കെ ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സേഫായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ അത് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരെണ്ണം താഴെ പോയി ചത്തതായിരിക്കും. ഓക്കെ, അപ്പോൾ പാരൻ്റെല്ലാം സേഫായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഇനിയും പറ്റുമെങ്കിൽ വലുതായിട്ട് പുറത്തിറക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അവരങ്ങനെ തന്നെ പോയിക്കോട്ടെ. ഇവിടെ ഇങ്ങനെ അധികം അവിടെ എല്ലാം ഇങ്ങനെ കൂടെ കെട്ടിയിട്ട് കുട്ടികളൊക്കെ ഇറങ്ങാറുണ്ട്. പക്ഷേ ചിലപ്പോൾ കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലീനൊക്കെ കണ്ടില്ല എങ്ങനെയുണ്ട്. അതേപോലെ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന പെറ്റ് സ്റ്റേഷൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. അതേപോലെ നമ്മുടെ പാഷൻ ഫ്രൂട്ടും അതുപോലെ 1-2 ചെടികൾ നമ്മളിങ്ങനെ വെച്ചിട്ടില്ല. എല്ലാം അത്യാവശ്യം വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും. അതിങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ക്ഷമ കിട്ടുന്നില്ല. അതേപോലെ നമ്മൾ ഒട്ടകം വന്നിട്ടതാ. ഒട്ടകത്തിന് രാവിലെ ഒരു 7 മണിക്ക് തന്നെ പുറത്ത് വിടും. ഫുള്ള് കംപ്ലീറ്റ് വെയിലൊക്കെ കൊണ്ട് സെറ്റായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോൾ ട്രെയിനിങ്ങും കാര്യങ്ങളിൽ കൊടുക്കണ്ടേ. അത്യാവശ്യം നല്ല രീതിയിൽ അവരെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ നമ്മൾ ഒട്ടകത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഇതെന്താ പാട് എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവർ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതാണ് കേട്ടോ. പണ്ട് നമ്മൾ ചെയ്തതല്ല, അവർ ആ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ആ ചെയ്യുന്ന സമയത്ത് നല്ല വേദന ഉണ്ടായിട്ടുണ്ടാവും. ഇതുണ്ട്, ഒട്ടകം വെള്ളം കുടിക്കുന്നുണ്ട്. ഒറ്റയടിക്ക് അത്രയധികം വെള്ളം കുടിക്കും. ഇപ്പോൾ എന്നെ ഒഴിച്ചു കൊടുക്കും, അന്നേരം തന്നെ സ്പോട്ടിലത് കുടിച്ച് തീർക്കും. അതുണ്ട്, ഒരു ചെമ്പ് കംപ്ലീറ്റ് വെള്ളം കുടിച്ച്. അതേപോലെ കംപ്ലീറ്റ് മേഞ്ഞ് കംപ്ലീറ്റ് പുല്ലൊക്കെ തിന്ന് വയറൊക്കെ നിറഞ്ഞിട്ടാണ് വന്നേട്ടാ. എന്താ ചൂട്. എന്താ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന അത് കുടിക്കുന്ന ഫാസ്റ്റ് വയ്ക്കേ. ഒട്ടകത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയില്ലേ, നല്ലോണം വെള്ളം കുടിക്കും. നല്ല പാവങ്ങളാണ് 2 ആളും, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നമ്മൾ കൈലാസം മുടി മുറിച്ചിട്ടുണ്ടിനാ. കൈലാസിനെ മനസ്സിലാവുന്നില്ല, എല്ലാം മുടിക്കാറുണ്ട് ഇനി. അതുപോലെ കൈലാസം നന്നായിട്ട് ഒട്ടകത്തിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം അനുസരിക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലും കണ്ട് കാണിക്കാമല്ലോ. കൈലാസേ, ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒട്ടകത്തിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടിലേക്ക് വിട്ട്.
അതാ നമ്മൾ കുട്ടി വരുന്നുണ്ടാ. ഇവിടെ നല്ല രസമുണ്ടായിരുന്നേ. നമ്മുടെ പിന്നെ പെറ്റ് സ്റ്റേഷനിൽ കാണാൻ വന്ന വിസിറ്റേഴ്സ് ഇന്നലെ ഇതിനെ ഈ ഒട്ടകം ഇതിൻ്റെ പാൽ കുടിക്കുന്നുണ്ട്. കുട്ടിൻ്റെ പാൽ കുടിക്കുന്നുണ്ട്. ഭയങ്കര ചിരി. ഇത്ര വലിയ ഒട്ടകം പാൽ കുടിക്കുന്നു. സംഭവം അമ്മന് അതേപോലത്തെ വലുപ്പമായി കുട്ടിയും. ഇതാ ഓക്കെ. ഇതാടാ അത്യാവശ്യം കുട്ടിയും നല്ല വലുപ്പമായി കേട്ടാ. ഗുഡ് ബൈ. ബാ. അതേപോലെ നമ്മുടെ പപ്പായ പൂവിട്ട് തുടങ്ങി കേട്ടാ. ചെറിയ പപ്പായകൾ കായ്ച്ചു തുടങ്ങി. ഇതിൻ്റെ അകത്ത് 3 മെയിലുണ്ട് കേട്ടാ. ആ മെയിലിൻ്റെ നമ്മൾ ഇലകളെല്ലാം പറിച്ചിട്ട് നമ്മുടെ ഇഗ്വാനക്കെല്ലാം കൊടുക്കുന്നുണ്ടേ. നന്നായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് കഴിക്കും. ഫീമെയിൽസിൻ്റെ ഒന്നിൻ്റെ കഴിച്ചിട്ടില്ല. അതുപോലെ ഫീമെയിൽ മുട്ടിട്ട് തുടങ്ങി. കാണുന്നുണ്ടാ? വീഡിയോയിൽ കാണുന്നുണ്ടോ? കുറച്ച് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മതി. മെയിലിനെങ്ങനെ മനസ്സിലാകുന്നറിയാം? ഇതാ മെയിലിനെ കാണിച്ചു കൊടുത്താ. മെയിലിങ്ങനെ പൂവുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മെയിലിൻ്റെ എല്ലാ ഇലകളിലും കട്ട് ചെയ്ത് നന്നായിട്ട് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആയി അല്ലേ. ഇനി നമുക്ക് കുറച്ച് പിന്നെ ഹൈബ്രിഡ് വാങ്ങിക്കണം. ഇതൊന്നും ഹൈബ്രിഡ് അല്ല, നമ്മൾ ഇവിടുന്ന് സാധാരണ പപ്പായ വാങ്ങിക്കുന്നില്ലേ, ആ പപ്പായൻ്റെ കുരു മുളച്ച് വന്നത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ നട്ടതാട്ടാ. നല്ല രസമില്ലേ കാണാൻ? ഇതേപോലെ നമ്മളൊരു ശരിക്കും പിന്നെ ഒരു ഗ്രീൻ ഗാർഡനും കൂടി ചെയ്യണമല്ലേ ഇങ്ങനെ വിസിറ്റേഴ്സിന് കാണാൻ വേണ്ടിയിട്ട്. അടുത്ത ഭാവിയിൽ പരിപാടി ഉണ്ട് കേട്ടോ, നമുക്ക് ചെയ്യാം. അപ്പോൾ പെറ്റ് സ്റ്റേഷൻ്റെ വീഡിയോ അധികം നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ചെയ്യുന്നല്ലേ, ഫ്രണ്ടിൽ കൂടുതലില്ലല്ലോ, എപ്പം ബാക്കിലാണ്. അതൊരു സീസണാണ്, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അങ്ങനെ ഇരിക്കും. അടാ പുറത്തിറങ്ങല്ല, അവിടെ പോ, അങ്ങോട്ട് പോയിക്കോ. ഓക്കെ, അടുന്നു ഇതിൽ പുറത്തിറങ്ങില്ല. ഇതിൽ കൈലാസം പൂട്ടിയടാ. അതുപോലെ വേസ്റ്റെല്ലാം എല്ലാ സമയവും ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പിന്നെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ദിവസം വീഡിയോ കാണാം. അതുപോലെ നമ്മൾ ആന ചെറിയ കംപ്ലൈൻ്റ് ആയിപ്പോയി, വീണിട്ട് ചെവി പൊട്ടിപ്പോയി. നമ്മുടെ പിന്നെ എന്താ പറയുക, രാമൻ്റെ ചെവി, അപ്പുറത്തെ ചെവി കുറച്ച് പൊട്ടിപ്പോയി. വന്നിട്ട് അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാക്കട്ടെ. അല്ലെങ്കിൽ നല്ല കുട്ടികൾക്കെല്ലാം നല്ല ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സംഭവമായിരുന്നു. അതേപോലെ തന്നെ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. നമ്മുടെ ജേക്കബ് ഷീപ്പില്ലേ, ജേക്കബ് ഷീപ്പ് നല്ല ഇടിയിടിച്ചിട്ട് നമ്മുടെ അഴി മൊത്തം ഒടിഞ്ഞു പോയി. എന്നിട്ട് അതെല്ലാം ഇപ്പോൾ മാറ്റിയെന്ന് കുറച്ചും കൂടി കേജ് കൂടി അഴികളിടുക കേട്ടോ. ശരിക്കും വളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബെൻഡായി കാണുമ്പോൾ. അത്രയും നല്ല ഇടിയെല്ലാം ഇടിച്ചേ. ഫുള്ള് അതിങ്ങനെ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് തൊട്ടേങ്ങ വന്നിട്ട് ഇടിക്കും. അപ്പോൾ കമ്പി ഉള്ളതുകൊണ്ട് പ്രൊട്ടക്ഷനാണെന്ന് പറയാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് നന്നായിട്ട് ഒടിഞ്ഞു പോയി. അപ്പോൾ അത് മാറ്റിയത്. അതുപോലെ ഇതിൻ്റെ ഒരു സിസ്റ്റം കണ്ടാ, ഇതിപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ വാഷ്റൂം ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആൾക്കാർ കാണുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മറക്കുന്നത്. എല്ലാം നല്ല പൊളി സിസ്റ്റത്തിൽ തന്നെ ചെയ്തിട്ടാ ഇങ്ങനെ വന്നു. അതുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് എയർ പാസേജും കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും, എന്നാൽ അവർക്കൊരു പ്രൈവസിയും ആയി. ഓക്കെ, ഒരെണ്ണം നമ്മളെ കേടാകോട്ട് പൊളിച്ചതും ഉണ്ട്, അതും മാറ്റുന്നുണ്ട്, ഇതും മാറ്റി. അതേപോലെ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായാ? ഇത് നമ്മുടെ കൊണൂർ, സ്മോൾ കൊണൂറും അതുപോലെ ലോറീസിനും കൂടിയിട്ടുള്ളൊരു കോളനിയാണ് കേട്ടോ. ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം, നമ്മൾ പക്ഷിനേൽ ഫോട്ടോ എടുക്കുന്ന അങ്ങ് പോകേണ്ടി വരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഇവിടെ പക്ഷിനെ ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാം. അതുപോലെ പിന്നെ ഇഗ്വാനനെയും ഷുഗർ ഗ്ലൈഡറിനെയും മക്കാവനൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസ് ഇവിടെ നിന്ന് ഇതുണ്ട് ആൾക്കാർ എടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ അപ്പുറം പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ടെൻഷനാകും ചിലപ്പോൾ. അപ്പോൾ ആൾക്കാരുടെ കംഫർട്ട് നോക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തേട്ടാ. അപ്പോൾ നമ്മളൊരു പിന്നെ നമ്മളിവിടെ പെറ്റ് സ്റ്റേഷൻ കാണാൻ വന്ന ഒരു വിസിറ്ററാണ്. എൻ്റെ പേര് മറിയക്കുട്ടി. എങ്ങനെയുണ്ട് പെറ്റ് സ്റ്റേഷൻ കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടിനാ? ഓക്കെ. ഇതിന് മുന്നേ കയ്യിലെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ട്? എങ്ങനെ എക്സ്പീരിയൻസ്? സൂപ്പറല്ലേ? ഓക്കെ ഓക്കെ. ആരെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്ന ആളുണ്ടാ? കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ. ബൈ ചാൻസ് ഇവിടെ എത്തിപ്പോൾ? ഓ അങ്ങനെ. ഓക്കെ, എന്തായാലും നല്ലതായില്ലേ? ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട്. സ്ലോലി നടന്ന് പോകണം കേട്ടോ. സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ ഒന്നും ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റില്ല. ചില കൂട്ടിലെ ആൾക്കാർ ഉറങ്ങുമായിരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാം മെല്ലെ നോക്കിയിട്ട് പോകണേ. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ സ്കുരലിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങാം. സ്കുരൽ നോക്കി, ഇത് ഇവിടെ വരുന്നവർക്ക് ചില ആൾക്ക് നല്ല ഭാഗ്യമുണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങുന്നതാണ് ഭയങ്കര രസം. ചില സമയത്ത് പറഞ്ഞ മാതിരി 2 കറങ്ങിയിട്ട് നിൽക്കും. ഓക്കെ, നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അതിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള സാധനമല്ലേ. അതേപോലെ തിരിഞ്ഞ് കുറച്ച് കിടന്ന് അതിന് ഓപ്പോസിറ്റ് തിരിയും കുറേ.
ഈ സ്ക്വിറലിൻ്റെ കൂട്ടിന് മുന്നിലുള്ള ആൾക്കാർ നല്ല രീതിയിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യും കേട്ടോ. രസമാണ് സംഭവം. ഇവരിങ്ങനെ ചില സമയത്ത് മാത്രമേ ഇങ്ങനെ കിടക്കുള്ളൂ, ബാക്കിയുള്ള എല്ലാ സമയത്തും നല്ല ഓടിച്ചാടി ഇങ്ങനെ എന്താ പറയുക ഹൈപ്പർ ആക്റ്റീവാണ്. എല്ലാ മുക്കും മൂലയും അവർ തിരഞ്ഞ് നടക്കുകയും ചെയ്യും. പിന്നെ ഇവർക്ക് ഈ നട്ട്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോണ്ടല്ല എല്ലാം ഹൈഡ് ചെയ്ത് വെക്കാൻ അതുകൊണ്ട് ഈ കൂട്ടിലെ എല്ലാ ഏരിയയും ഇവർക്ക് സുപരിചിതമായിരിക്കും. അതാണ് അടിയിൽ താഴെ ഒരാൾ കിടക്കുന്ന നോക്കിയാൽ ആ മൂലയിൽ കണ്ട ഓരോ ഏരിയ ഇവർ ഉപയോഗിക്കും. എന്നാൽ നമ്മൾ ഈ കേജ് ഉണ്ടാക്കി കൊടുത്ത മുതലായി എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വിരലിൻ്റെ കേജാണ്. എല്ലാ സ്ഥലവും അവർ യൂസ് ചെയ്യും. ചെറിയ പൊത്തുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നട്ട്സൊക്കെ കീപ്പ് ചെയ്ത് എന്നിട്ട് അവർ വൈകുന്നേരം വന്നിട്ട് എടുത്ത് കഴിച്ച് അങ്ങനെ എന്തെല്ലോ ആക്ടിവിറ്റീസ് കാണാം. ഓക്കെ, അതാ അത് സ്ലോ മോഷനിൽ കാണാൻ ഭയങ്കര രസമാണ്. അതിങ്ങനെ മേലേക്ക് കാല് വരുന്ന ഭാഗം. Seek the light in darkness. അതുപോലെ നമ്മളെ സ്ക്വിരലിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ പൈത്തൺസിനെ കംപ്ലീറ്റ് ചെയ്തതാ. പൈത്തൺസ് ഇതാ ഇങ്ങോട്ട് വന്നോ കാണിച്ചോ. അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലതെല്ലാം ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ പാമ്പ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി വരുന്നതുകൊണ്ട് ചിലതെല്ലാം മോശമായി, പക്ഷേ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിളിർത്ത് വരുന്നത് കൊണ്ട് നമ്മളങ്ങനെ തന്നെ കീപ്പ് ചെയ്തതാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബാലൻസ് ചെയ്തിട്ട് വളരാനുള്ള ശേഷിയുള്ളത് അവിടെ ആയിക്കോളും. അതുകൊണ്ട് നല്ല രസമുണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ നമ്മുടെ ബോൾ പൈത്തനോട് ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ചൂട് ഹീറ്റർ പിന്നെ മേലെ ഉള്ളത്, അപ്പോൾ ഈ ഭാഗത്ത് ചൂടായിരിക്കും. അപ്പോൾ ഇവർക്ക് ചൂട് വേണ്ടുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് കിടക്കും, അവർക്ക് തണുപ്പ് വേണ്ടുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് കിടക്കും. അതുവരെ വെള്ളവും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് അവർ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. ഷെഡിങ്ങിൻ്റെ തൊട്ട് മുന്നേ ആണെങ്കിൽ വെള്ളത്തിൽ കിടക്കും. അതിന് ശേഷം ഷെഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഫീഡെടുത്ത് അതിന് മേലെ പോയി കിടക്കും. ഫീഡെടുത്ത് കഴിഞ്ഞാലാണ് കൂടുതൽ പിന്നെ ഹീറ്ററിൻ്റെ താഴെ പോയി കിടക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തതും നമ്മളെ പാസ്റ്റലാണേ, പാസ്റ്റൽ ബോൾ പൈത്തൺ. ഇതിൻ്റെ ഇവിടെ അത്ര വൃത്തിയോടൊന്നും ആയിട്ടില്ല, നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്, നമുക്ക് സൂര്യപ്രകാശമൊന്നും വേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളരും. ഇത് വളർന്ന് കയറിക്കഴിഞ്ഞാൽ ഈ ആംബിയൻസിൽ നമ്മുടെ പൈത്തനെ കാണാൻ വേണ്ടി നല്ല രസമായിരിക്കും. ഇവർക്കും എല്ലാവർക്കും കൂടെ അതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചൂട് വേണ്ടുന്ന സ്ഥലത്ത് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ തണുപ്പും പിന്നെ വെള്ളവും 3 സെറ്റപ്പാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവർക്ക് ഹ്യൂമിഡ് ആവശ്യമില്ലപ്പോൾ വന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കും. ഇവനത്ര വൃത്തികേടാക്കിയില്ല. അടുത്ത നമ്മുടെ റെട്ടൽ ബോവ. റെട്ടൽ ബോവൻ്റെ കേജിലെ പ്ലാന്റ്സ് എല്ലാം ഇവർ ആകെ അലങ്കോലാക്കിയിട്ടാ. ഇവനും സെയിം സിസ്റ്റം തന്നെ ചെയ്തു കൊടുത്തു, എല്ലാവർക്കും ഒരേ സിസ്റ്റം തന്നെ ചെയ്തേട്ടാ. അതിൻ്റെ അകത്ത് ആകെ വ്യത്യാസമുള്ളത് നമ്മുടെ പിന്നെ ഗ്രീൻ ട്രീ പൈത്തൺ മാത്രമാണ്. ഇതൊക്കെ നമ്മൾ അന്ന് കാണിക്കുമ്പോൾ ഇവർ എത്ര അഗ്രസീവാന്ന് ഓർമ്മയുണ്ട് എല്ലാവർക്കും. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ കയ്യെല്ലാം കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ എടുത്ത് അതിൻ്റെ എല്ലാ അഗ്രഷനും കുറച്ച് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഏത് കുട്ടിക്ക് വേണമെങ്കിലും തൊടാം, ഒരു കുഴപ്പമില്ല, നല്ല പാവായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റെട്ടേൽ ബോവൻ്റെ ഒരു പ്രത്യേകത ഉണ്ടിനാണ്, ഇവരുടെ സ്കിന്ന് ഇവരുടെ സ്കെയിൽ കാണുമ്പോൾ ഇവരുടെ കളർ കണ്ട ഒരു പ്രത്യേക വയലറ്റ് കളർ ഇങ്ങനെ അതിൻ്റെ മേലെ കാണാം. ഭയങ്കര രസം. ഓക്കെ, ആ ഷെയ്ഡ് വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ ഡയറക്റ്റ് ഭയങ്കര രസമാണ്. എല്ലാവരും കുറേ സമയം നോക്കുന്ന ഒരു ജീവിയാണ്. അതിൻ്റെ കളർ പാറ്റേൺ നല്ല രസമില്ലേ. ഇത് അത്യാവശ്യം വലുപ്പമായിട്ടാണ്, നോക്കിയേ വലുതായി കണ്ടാ. ഓക്കെ, വാ കയറിക്കോ. ഇതാണ് നമ്മുടെ റെട്ടേൽ ബോവക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത എൻക്ലോഷർ. അപ്പോൾ വന്ന സ്റ്റൈലുണ്ടാ. ചില ആൾക്ക് പാമ്പിനെ ഭയങ്കര കാണുമ്പോൾ ഇതെല്ലാം ഒരു പേടിയും ഒരു ബുദ്ധിമുട്ടല്ലാന്നല്ലേ. പാമ്പിനെ പേടിക്കേണ്ടെന്നല്ല, ഇതെല്ലാം പെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ കാൻഡി കെയിൻസ് കോൺസ്നേക്ക് എന്നാൽ പൊതുവേ പറയാം. ഇതായിരിക്കും നമ്മൾ ആ രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ പറയണ്ടല്ലോ, നല്ല രീതിയിൽ കിളിർത്ത് വന്നിട്ടുണ്ടേ. ഒരു അറ്റാക്ക് ചെയ്യേണ്ട മൂഡ് അത് വേണ്ടട്ടാ. എന്താ ഭംഗിയല്ലേ. വൗ,
നല്ല ആക്റ്റീവാണ്, പൈത്തണ പോലെയല്ല. ഓക്കെ, പോയിക്കോടാ, പോയിക്കോ. അടുത്തേക്കാണ് അത് ഒളിച്ചു പോന്ന്, ക്യാമറ കാണുന്നതിന് ഒളിച്ചു പോന്നു. അപ്പോൾ നമ്മൾ കോൺസ്നേക്കിനെ കൂട്ടിയിട്ടുണ്ടേ. അടുത്ത ആരാ? അടുത്ത നമ്മളെ ഗ്രീൻ ട്രീ പൈത്തൺ. എനിക്കാണ് പിന്നെ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ വെള്ളം എപ്പോൾ നല്ല രീതിയിൽ വേണം അവർക്ക്. പിന്നെ അവർ മിസ് മേക്കറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടാവും. അപ്പോൾ അതിന് മേലെ എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടാവണ്ട. ഭയങ്കര ഭംഗിയാണ്. അതുപോലെ വലിയതായിട്ടാണ് നമ്മൾ പണ്ട് കൊണ്ടുവരുന്ന സമയത്തുള്ള വീഡിയോസെല്ലാം എല്ലാവരും കണ്ടതുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ വലിപ്പം കണ്ട കണ്ടാ വലുതായി. ഇവർക്കാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കേജ് ആയി കൊടുത്തത്. ഇവർ ഈ ട്രീൻ്റെ മേലെ ഇങ്ങനെ 2 ലെയറായിട്ടാണ് കിടക്കുക. അപ്പോൾ അത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ, എല്ലാവരും ഒന്ന് നോക്കുന്ന ഒരു അട്രാക്ഷനില്ല. അതുപോലെ ഇതിൻ്റെ കണ്ണ് കണ്ടില്ലേ, കണ്ണൊരു ഭീകരനാണ്, ശരിക്കും പേടിയാവും. അമ്മാതിരി കണ്ണോ. ഓക്കെ, അപ്പം നമുക്കിത് അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആളാണ് നമ്മളെ കുറുപ്പ്. നമ്മുടെ ഇതാ ഓനും കേജൽ സെയിം തന്നെ. എൻ്റെ പൊന്നോ, പുള്ളിയല്ലേ, പേടിക്കൊന്നും വേണ്ട. നമ്മൾ കയ്യിലെടുത്തിട്ട് ചില ആൾക്ക് കാണുമ്പോൾ പേടിയാവും. അടുത്തോട്ടെ. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്താണ് കംപ്ലീറ്റ് നമ്മുടെ എലീൻ്റെ സെക്ഷൻ. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി കാണിക്കുമ്പോൾ കുറേ സമയമാവും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് പൈത്തൺസിൻ്റെ മൊത്തം സെറ്റപ്പ്. നമ്മുടെ കുറുപ്പും ബിലാലും എല്ലാവരും ഇങ്ങനെ ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ കാണാൻ? ഫുൾ എൻക്ലോസർ ഒരുമിച്ച് ഇങ്ങനെ കാണിച്ച മുനി ഇങ്ങോട്ടേക്ക് വരുന്നത്. ഓക്കെ, നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാവരും ഓടിയല്ല, ആയിരിക്കും വീഡിയോയിലൊന്നും കാണണ്ട. വരുന്നത് മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പെരിസ്റ്റേഷനിലേക്കായിട്ട് വന്നതാ. കാസർഗോഡ് വന്നപ്പോൾ ഇങ്ങനെ പെരിസ്റ്റേഷൻ കണ്ടിട്ട് പോകാൻ തീരുമാനിച്ചല്ലേ? അങ്ങനെ. ഓക്കെ, എങ്ങനെയുണ്ട് പെരിസ്റ്റേഷൻ കണ്ടിട്ട്? നീ ഒന്ന് ഒച്ചത്തിപ്പാടാ. വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്തായാലും കാണിക്കണം. അപ്പോഴേക്ക് എൻ്റെ പേരെന്താ? ജുബൈറാ? ജുബൈർ അല്ലേ? ഓക്കെ, ജാബിർ. ഓക്കെ, എല്ലാവരും പെറ്റ് ലവേഴ്സ് തന്നെ? ആ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനാ? ഓക്കെ, അല്ല ഓരോ ക്രേസിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടം, അതാണ് നമ്മൾ വിജയം. ഓക്കെ ഓക്കെ, കൊള്ളല്ലേ? ഓക്കെ, നമ്മളെ വീഡിയോ കാണലുണ്ടാ? ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ കണ്ടോ? അടുത്തല്ലെങ്കിൽ 2-3 വീഡിയോ അപ്പുറത്ത് നമ്മുടെ വീഡിയോയിൽ കാണാം. പെറ്റ് സ്റ്റേഷൻ്റെ ചാനലൊക്കെ ഉണ്ട്. ഓക്കെ, അതെല്ലാം കണ്ടിട്ടാണ് ഇവർ വന്നല്ലേ? ആ, ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. നമ്മൾ കുറേ മലപ്പുറത്തെ ടീമിനെല്ലാം, മലപ്പുറത്ത് എറണാകുളത്തെല്ലാം ടീം അല്ലേ? ഓക്കെ ഓക്കെ, സൗണ്ട് ഇതാ തുടങ്ങി, സംസാരിച്ച് തുടങ്ങുന്നു. എല്ലാ വീഡിയോയും കാണുന്ന ആളാണ്, അതാണ് സൗണ്ടിനെല്ലാം ചോദിച്ചാട്ടാ. ആ, ഇത് നമ്മൾ അബ്ദുൾ റഷീദ്. ഓക്കെ.